തൃശൂർ നഗരപരിധിയിലുള്ള തോടുകളിലെയും കാനകളിലെയും ചണ്ടിയും കുളവാഴകളും നീക്കാത്തത് ഇത്തവണയും നഗരത്തിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. യുദ്ധകാലാടിസ്ഥാനത്തിൽ തോടുകളും ചാലുകളും വൃത്തിയാക്കി വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. പ്രതീക്ഷിച്ചതിലും നേരത്തെ മഴയിങ്ങെത്തിയെങ്കിലും തൃശൂർ കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം എങ്ങും എത്താത്തതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ നിന്നും പുഴയ്ക്കൽ KLDC കനാലിലേക്ക് വെള്ളം ഒഴുകിപ്പോകേണ്ട തോടുകളും ചെറു കനാലുകളുമെല്ലാം ചണ്ടിയും മാലിന്യങ്ങളും കുളവാഴകളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച മട്ടാണ്. 2 ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ ഉദയനഗർ പ്രദേശങ്ങളിലെ കാനകളിലും തോടുകളിലും വെള്ളം ഒഴുകിപ്പോകാതെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം വേനൽമഴയിൽ അപ്രതീക്ഷിതമായി വെള്ളക്കെട്ടുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണം ശക്തിപ്പെടുത്താൻ തൃശൂർ കോർപ്പറേഷൻ 2.11 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. താണിക്കുടം പുഴ, പെരിങ്ങാവ് കുണ്ടുവാരത്തോട്, ഗിരിജത്തോട്, വഞ്ചിക്കുളം തോട് തുടങ്ങിയ കോർപ്പറേഷൻ പരിധിയിലെ പ്രധാന തോടുകളും സ്ഥിരം വെള്ളക്കെട്ടുണ്ടാകുന്ന ശക്തൻ നഗർ, ഇക്കണ്ടവാര്യർ റോഡ്, ഉദയനഗർ, വൃന്ദാപുരി, കുട്ടൻകുളങ്ങര, MG നഗർ, ഹരിനഗർ, പെരിങ്ങാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചെറുതും വലുതുമായ 211 തോടുകളുടെ ശുചീകരണം ഉൾപ്പെടെയാണ് ഇത്തവണത്തെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ ശുചീകരണ പ്രവൃത്തികൾ തുടങ്ങിവെച്ചതല്ലാതെ കാര്യമായ ഒരു പ്രവൃത്തികളും ഇതുവരെയും നടത്താൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.